ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമുക്കൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയാലോ. അത് തന്നെ കുറച്ച് പാലാണ് വേണ്ടത്. അതൊന്ന് ജസ്റ്റ് ചെറുതാക്കി ചൂടാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പാലിനനുസരിച്ചിട്ട് ഈസ്റ്റ് ഇട്ടാൽ മതി. അതിന് ശേഷം പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ടതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് അത് മാറ്റി വെക്കാം. അതൊന്ന് പൊന്തി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഒരു ലേശം മതി. ഈ മൈദക്ക് അനുസരിച്ചിട്ടുള്ള അളവിന് ഇട്ടെടുത്താൽ മതി. അതിന് ശേഷം നമുക്കൊരു കോഴിമുട്ടയാണ് വേണ്ടത്. അത് അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലോണം രണ്ടും ഒരുമിച്ച് മിക്സാക്കണം. അതിന് ശേഷം നമുക്കത് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ഇങ്ങനെ മിക്സാക്കി കുറച്ച് നേരം വെക്കുക. അപ്പോഴത്തേന് നമ്മൾ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റും പാലും ഉണ്ടാവുമല്ലോ, അത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്ക് അത് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലോണം കുഴച്ചെടുക്കണം. ഞാനിവിടെ ബീറ്റർ വെച്ചിട്ടാണ് കുഴക്കുന്നത്. നമുക്ക് സാധാ കൈ കൊണ്ട് കുഴച്ച് നമ്മൾ ചപ്പാത്തി മാവ് പോലെ നല്ല സോഫ്റ്റാക്കി നല്ലോണം കുഴച്ചെടുത്താൽ മതി. അതിന് ശേഷം കുറച്ച് ചെറിയൊരു കഷ്ണം ബട്ടർ ഇടണം. മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ചെറിയൊരു കഷ്ണം നമുക്ക് അതിലേക്ക് ഇടാം. അതിട്ട് നല്ലോണം മിക്സാക്കി നമുക്ക് അത് 1 മണിക്കൂറോളം വെക്കണം. അപ്പോൾ അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ലോണം പൊന്തി വരും. അപ്പോൾ അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെ അത് പൊന്തി വന്നതിന് ശേഷം നമുക്കത് 2 ഭാഗങ്ങളാക്കിങ്ങാണ്ട് 2 കഷ്ണങ്ങളാക്കിങ്ങാണ്ട് മാറ്റി വെക്കാം. അതിൽ ഒരു ഡോ എടുത്തുകൊണ്ട് നമുക്കിങ്ങനെ നല്ലോണം പരത്തി കൊടുക്കാം. നമുക്ക് എത്രത്തോളം പരത്താൻ കഴിയണോ അത്രത്തോളം പരത്തി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചെറിയൊരു കഷ്ണം ബട്ടർ ഇങ്ങനെ ചെറുതായി നമുക്ക് അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് വേണ്ട, ചെറുതായിട്ട് മതി. അതിന് ശേഷം പിന്നെ നമ്മൾ മാറ്റി വെച്ച ഡോ ഉണ്ടായില്ലേ, അതും ഇതേപോലെ പരത്തിയിട്ട് അതിൻ്റെ മേലോട്ട് വെച്ച് കൊടുക്കാം. വെച്ചിട്ട് 4 സൈഡും ഒന്ന് ശരിക്ക് ലെവലിലാക്കി കൊടുത്ത് വെക്കാം. പിന്നെ അതിന് ശേഷം രണ്ടും പാടെ ഒന്നും കൂടി നമുക്കിങ്ങനെ പരത്തി കൊടുക്കാം. രണ്ടും ഇങ്ങനെ ഒന്നിക്കുന്ന രീതിക്ക് നല്ലോണം പരത്തി കൊടുക്കാം. അതിന് ശേഷം പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ക്രോസായിട്ട് വെട്ടി കൊടുക്കാം. പിന്നെ അത് നമുക്കിങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ അതിന് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഷേപ്പായിട്ട് വരും. അങ്ങനെ ഓരോന്ന് നമ്മൾ കട്ട് ചെയ്തത് ഓരോന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ നമുക്കത് ഓവനിലേക്ക് വെക്കാം. ഓവനിൽ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് അത് പാനിലിട്ടുങ്ങാണ്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. പക്ഷെ ഞങ്ങൾ ഓവനിലാണ് വെക്കുന്നത്. അതിൻ്റെ അടിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെ ബട്ടർ ഇങ്ങനെ ആക്കി കൊടുക്കണം. പിന്നെ ഇതേപോലെ നമുക്ക് ആയി കിട്ടി. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഉരുക്കിങ്ങാണ്ട് നമുക്ക് അതിൻ്റെ മേലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതാണ് റെസിപ്പി.